ശ്രീ അബു ജോസഫ് കൂടി നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ അബു ജോസഫ്, ഇപ്പോൾ ഫ്രാൻസിസ് ജോർജിന്റെ പ്രസ്താവന വഖഫ് ഭേദഗതിക്ക് അനുകൂലമായ നിലപാട് മുൻപ് സമരവേദിയിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ നിലപാട് തന്നെയാണോ പൊതുവിൽ പാർട്ടിക്കുള്ളത്? ഈ നിലപാട് UDF ഗുണം ചെയ്യും എന്നതാണോ നിങ്ങളുടെ വിലയിരുത്തൽ? അതായത് ഫ്രാൻസിസ് ജോർജ് MP പറഞ്ഞ കാര്യം വളരെ വ്യക്തമാണ്. അതായത് വഖഫ് ഭേദഗതി ബില്ലില് ഭേദഗതി വേണ്ട ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞത് നമുക്ക് ഭരണഘടനാപരമായ അവകാശ ലംഘനങ്ങളുള്ള ഭാഗങ്ങളിൽ മാറ്റം വരണം. പക്ഷേ ഒരു സമുദായത്തെ ബാധിക്കുന്നില്ല. അപ്പൊ അത് ആ വഖഫ് ബോർഡിലേക്ക് ഇതര സമുദായത്തിലെ ആളുകളെയൊക്കെ വെക്കുക എന്ന് അതൊന്നും ന്യായമായ കാര്യങ്ങളല്ല. അപ്പം ആവശ്യമായ ഭേദഗതികളോടുകൂടി വഖഫ് ഭേദഗതി വരണമെന്ന നിലപാട് തന്നെയാണ്. കാരണം നമുക്ക് ഒരു ട്രിബ്യൂണലിൽ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മേൽക്കോടതികളിൽ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് നമുക്കൊരു ഭരണഘടനാപരമായ ഒരു അവകാശ ലംഘനമാണെന്നുള്ള നിലപാടാണ് എല്ലാവരുടെയും. അപ്പൊ അദ്ദേഹം അത് വ്യക്തമായിട്ട് പറഞ്ഞു. പക്ഷേ ഒരു സമുദായത്തെ ക്ഷീണിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അതിനകത്ത് വന്നാൽ അതിൽ മാറ്റങ്ങൾ വേണം. കാരണം അതിനകത്ത് പ്രതിപക്ഷ നിരയിലെ VD സതീശൻ അടക്കമുള്ളവർ അവിടെ ചെന്ന് ഇത് ജനങ്ങളെ കുടിയേർക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ പോലും ഈ വഖഫ് ഭേദഗതി ബില്ലിനെ അനുകൂലിക്കുന്നു എന്നൊരു നിലപാട് ഒരിടത്തും പറയുകയുണ്ടായിട്ടില്ല. അവിടെയാണ് പ്രതിപക്ഷ നിരയിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട നേതാവ് ഇങ്ങനെ ഒരു ശക്തമായ നിലപാട് അറിയിക്കുന്നത്. കാരണം വഖഫ് ഭേദഗതി ബില്ല് നമ്മൾ ഒന്ന് ഇരുത്തി വായിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അത് ഇപ്പം ആദ്യമേ BJP-യുടെ ഒരു വിഷയം എന്ന് പറയുന്നത് അവര് ഒരു ബാബറി മസ്ജിദ് വിഷയം വന്നു, അവിടെ രാമക്ഷേത്രം എടുത്ത് കഴിഞ്ഞപ്പം ആ വിഷയം തീർന്നു. അപ്പൊ വർഗീയപരമായിട്ട് ഒരു ധ്രുവീകരണം ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി അവർ ഈ ഭേദഗതി ബില്ല് ഒരു കാലത്ത് മുസ്ലിം സമുദായം അംഗീകരിക്കാൻ സാധ്യതയില്ലാത്ത കുറെ ക്ലോസുകളോടെ എഴുതി ചേർത്ത് ഇതൊരു തർക്ക വിഷയമായിട്ട് നിലനിർത്തണം എന്നുള്ള ഒരു പർപ്പസ് ഇതിന്റെ പിന്നിലുണ്ട്. ഞാൻ പറയുന്നത് അതിനകത്തുള്ള ന്യായമായ അത് സമുദായങ്ങളെ എല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ന്യായമായിട്ടുള്ള ഭരണഘടനാപരമായ അവകാശങ്ങൾ ആളുകൾ നേടിക്കൊടുത്തുകൊണ്ട് രീതിയിലുള്ള ഒരു ഭേദഗതിയിലേക്ക് എല്ലാവരും എന്നാൽ ഈ വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇത് ഇനി വർഷങ്ങളോളം ഒരു തർക്ക വിഷയമായിട്ട് ഇതിങ്ങനെ വിവിധ മതവിഭാഗങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ഒരു ആയുധമാക്കി അവർ മാറ്റിയെടുത്തു. അപ്പോൾ ആവശ്യമായ ഭേദഗതികളോടുകൂടി വഖഫ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ആ ട്രിബ്യൂണലിന്റെ കാര്യത്തിൽ ഒരു മാറ്റം വരണം. മറ്റു കാര്യങ്ങൾ അത് ആ സമുദായത്തിന്റെ അവകാശങ്ങളെ ലംഘിക്കാത്ത രീതിയിലുള്ള ഭേദഗതി വരണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും നിലപാട്.